CPIയുടെ നേതൃത്വത്തിൽ ചേർത്തല പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. അദാനിയുടെ സാമ്പത്തിക ക്രമക്കേടിൽ മോദിക്ക് പങ്കുണ്ടെന്ന ആരോപണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് CPI ചേർത്തല പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ശിവപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. MC സിദ്ധാർത്ഥൻ അധ്യക്ഷത വഹിച്ചു. AP പ്രകാശൻ, K ഉമയാക്ഷൻ, സന്ധ്യ ബെന്നി, KC ശ്യാം തുടങ്ങിയവർ പ്രസംഗിച്ചു. നിരവധി പ്രശ്നങ്ങൾ കഴിഞ്ഞ 10 വർഷക്കാലത്തെ നരേന്ദ്രമോദി അദാനിക്കു ചെയ്തു കൊടുത്ത സഹായങ്ങൾ സംബന്ധിച്ച ആക്ഷേപങ്ങളും വസ്തുതകളും നമ്മുടെ രാജ്യത്ത് ഉയർന്നു വരികയുണ്ടായി. അത് സംബന്ധിച്ച് പാർലമെന്റിൽ ചർച്ച ചെയ്യാനായിട്ട് അനുവദിക്കുന്നില്ല. ജനങ്ങളുടെ അഭിപ്രായങ്ങൾ, ജനങ്ങളുടെ ജനങ്ങളുടെ ഉത്കണ്ഠകൾ, അവരുടെ ആശങ്കകൾ ഇതെല്ലാം പങ്കുവെക്കപ്പെടേണ്ട പ്രധാനപ്പെട്ട വേദി നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ അടങ്ങുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ പാർലമെന്റാണ്. ലോക്സഭയിലും രാജ്യസഭയിലും MP-മാർ, പ്രതിപക്ഷ MP-മാർ ഇത്തരം വിഷയങ്ങൾ ഉന്നയിക്കുവാനായിട്ട് അനുവദിക്കുന്നില്ല എന്നുള്ള അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള സമീപനമാണ് നരേന്ദ്രമോദി സ്വീകരിക്കുന്നത്. അദാനി എന്ന് പറയുന്ന വാക്കുപോലും പാർലമെന്റിൽ നിഷിദ്ധമാകുന്ന സ്ഥിതിയാണുള്ളത്. അദാനി ഉള്ള എന്ന വാക്കുപോലും നിഷിദ്ധമാവുകയും അതെല്ലാം സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്യുന്ന സ്ഥിതിയാണ്. നമുക്കറിയാം, ഈ കേരളത്തിൻ്റെ നിയമസഭയിൽ ഈ കഴിഞ്ഞ നിയമസഭാ സെഷനിൽ മാത്രമായിട്ട് ഏതാണ്ട് 8ഓളം അടിയന്തര പ്രമേയങ്ങളാണ് പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയങ്ങൾ അവിടെ പരിഗണിക്കുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു. പാർലമെന്റിന്റെ രീതി അതാണ്, നിയമസഭാ സംവിധാനത്തിന്റെ രീതി അതാണ്, ജനാധിപത്യത്തിന്റെ മഹത്തായിട്ടുള്ള പാരമ്പര്യം അതാണ്. പ്രതിപക്ഷം കൊണ്ടുവരുന്ന ആരോപണങ്ങളാകട്ടെ, അടിയന്തര പ്രമേയങ്ങളാകട്ടെ, അതിനകത്ത് വസ്തുത പരിശോധിച്ച് അത്തരം കാര്യങ്ങൾ പാർലമെന്റിൽ ചർച്ച ചെയ്യുവാനും അത്തരം ആക്ഷേപങ്ങൾ ഉന്നയിക്കുവാനും അത്തരം വിമർശനങ്ങൾ അവിടെ ഉന്നയിക്കുവാനും ആ ഉന്നയിക്കുന്ന വിമർശനങ്ങളിൽ കഴമ്പില്ല എങ്കിൽ അത് അവിടെ മറുപടിയിലൂടെ അത്തരം വസ്തുതകളുടെ പിൻബലത്തിൽ ആ സഭയിൽ ബോധ്യപ്പെടുത്തുവാനും കഴിയുക എന്നുള്ളതാണ് നമ്മുടെ രാജ്യത്തിന്റെ പാർലമെന്ററി